വിദ്യാഭ്യാസ മന്ത്രിയും SFIയും വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം എന്താണ്? SSLC കഴിഞ്ഞു ഉന്നത മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾ, സ്വാഭാവികമായിട്ടും SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഫുൾ A+ ലഭിച്ച അല്ലെങ്കിൽ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ല സ്കൂളിൽ പഠിക്കാം, ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാം എന്നതാണ്. ആ പ്രതീക്ഷയോടുകൂടിയാണ്, അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നല്ല സ്കൂളിൽ പോകണം, ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 10ാം ക്ലാസ് പരീക്ഷയിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങുന്നത്. സർക്കാർ ഈ റിസൾട്ട് വന്നപ്പോഴും പല ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഞാൻ കണ്ടതാണ്. ഈ ഉന്നത വിജയം, വലിയ വിജയ ശതമാനം ഗവൺമെൻറ്റിൻ്റെ എന്തോ വലിയൊരു നേട്ടമായി അവതരിപ്പിക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണോ? കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി, അത് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല. അത് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥിയുടെ നേട്ടമാണ്. അത് അവനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ അവനെ സഹായിച്ച രക്ഷിതാക്കളുടെ നേട്ടമാണ്. അവൻ്റെ അധ്യാപകരുടെ, അവൻ്റെ വിദ്യാർത്ഥികളുടെ നേട്ടമാണ്. അവന് കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി. ഇനി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഗവൺമെൻറ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല. ഗവൺമെൻറ് അത് നിർവഹിച്ചോ എന്നതാണ് ചോദ്യം. നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, SSLC പരീക്ഷ കഴിഞ്ഞ് +1 പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ ഗവൺമെൻറ് പരിപൂർണമായ പരാജയമാണ് എന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ PMR ഷോ കുറേ കണക്കുകളൊക്കെ പറഞ്ഞു. അതായത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ മാറുന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര വലിയ പരിഹാസം! അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അതായത് ഈ കുട്ടികൾ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടികൾ, അതെങ്ങനെയാണ് ആ ഒഴിവ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ആ കുട്ടികൾ യഥാർത്ഥത്തിൽ സയൻസ് കോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ടാവും. സയൻസ് കോഴ്സിന് അപേക്ഷിച്ചിട്ട് അവർക്ക് ഹ്യൂമാനിറ്റീസ് കോഴ്സാണ് ലഭിച്ചിട്ടുണ്ടാവുക. ആ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് 10ാം ക്ലാസ് പരീക്ഷ പഠിച്ച് ഉന്നത മാർക്ക് വാങ്ങിയ ഒരു കുട്ടി, അവന് ഹ്യൂമാനിറ്റീസ് കോഴ്സ് പഠിച്ചാൽ മതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിലപാടാണ് ഇവിടെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് കോഴ്സ് കിട്ടിയതോടെ അവർ ആ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് അഡ്മിഷൻ ഒഴിവാക്കുന്ന സാഹചര്യമാണ്. ആ ഒഴിവാണ് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വലിയ ഒരു കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ പോയി എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുട്ടിക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂള് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഈ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്.